ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹോപ്പേഴ്സ് എന്നുള്ളൊരു ആനിമേഷൻ ഫിലിമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പിക്സാർ ഡിസ്നി കമ്പൈൻ ചെയ്തിറക്കിയ ഒരു ചെറിയൊരു ആനിമേഷൻ ഫിലിമാണ് ഹോപ്പേഴ്സ്. അതിൻ്റെ മീംസൊക്കെ നിങ്ങൾ ഓൾറെഡി മീംസും ട്രെയിലേഴ്സൊക്കെ നല്ലപോലെ ഒരു ഹൈപ്പ് ചെയ്ത് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലിസാർഡ് ഇങ്ങനെ കൈ ലിസാർഡ് ഓന്താ അങ്ങോട്ട് കൈ ഇങ്ങനെ കാണിച്ച് ചിരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. മീം മെറ്റീരിയൽ ആയിട്ട് കണ്ട് പരന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പടത്തേക്ക് പോവുകയാണെങ്കിൽ മേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു കുട്ടീനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അവൾക്ക് ഈ പ്രകൃതിയൊക്കെ ഇഷ്ടമാണ്, അതിനെക്കുറിച്ചുള്ള കഥ. പക്ഷേ ഒരു സാധാ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പടം ഒരു കേറ്റുണ്ട്, ഒരു സൈഫൈ മൂടുന്ന മാറുന്നൊരു സംഭവമുണ്ട്. അത് പൊളിയാണ്. അവിടെ തൊട്ട് പടം ശരിക്കും പൊളിയാണ്. അതുവരെ ഒരു നോർമൽ എന്താ പറയാ, ഒരു ഓക്കെ ഓക്കെ ആനിമേഷൻ ഫിലിം കാണുന്ന ഒരു ഫീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. സത്യം പറയാൻ എനിക്ക് അത്രേ ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആനിമേഷൻ ഫീൽ കാണുന്ന പോലെ. പക്ഷെ അതിന് ശേഷം പൊളിയാണ്. പൊളി പറഞ്ഞാലും പോരാ, നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിലറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവതാർ മൂവിയുടെ ഒക്കെ പോലത്തെ ഒരു കോൺസെപ്റ്റാണ് ഇതിലുള്ളത്. അതായത് അവർക്ക് മൃഗങ്ങളായി മാറിയിട്ട് മൃഗങ്ങളുടെ ലോകത്ത് എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. സംഭവം സ്പോയിലർ അല്ല തോന്നുന്നു, ഓൾറെഡി ഇതിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് കൈൻഡ് ഓഫ് പരിപാടിയാണ്. ആൻഡ് ഇതിൽ ഒരു എന്താ പറയുക, പക്ക റിയലിസ്റ്റിക് ആനിമേഷൻ ഒന്നല്ല യൂസ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് വെറൈറ്റി ആനിമേഷൻ സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു രീതിയിൽ. പക്ഷേ ഇതിന് മ്യൂസിക് പരിപാടികൾ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മ്യൂസിക്കൊക്കെ ഓരോ ക്യാരക്ടർ ഇൻട്രോസ്, ഇതിലൊരു ഒരു കൗൺസിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതിൽ ഓരോരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഇൻട്രോ മ്യൂസിക് ഉണ്ട്, അടിപൊളിയാണ്. അത് നൈസായിരിക്കണം. കാര്യം പൊതുവേ ആനിമേഷൻ മൂവീസിൽ അങ്ങനെ ക്യാരക്ടർ ഇൻട്രോസിന് പ്രത്യേകിച്ച് മ്യൂസിക് അതൊന്നും നമ്മൾ കാണാറില്ല. ഇവന്ത് എവിടെയും അങ്ങനെ അധികം കാണാറില്ല ഓരോ ക്യാരക്ടേഴ്സിന് ഇത്ര മ്യൂസിക് ഒക്കെ ആയിട്ട്. പിന്നെ ഒരു നല്ല രീതിക്ക് പോകുന്ന ഒരു ക്ലൈമാക്സ് ഓൾ ഓവർ, ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഹൈപ്പ് കയറുന്ന ഒരു പോയിന്റ് അവിടെ. അതിനുശേഷം പിന്നെ പടം പൊളിയാണ്, നല്ല രസം. അതിന് മുമ്പ് മാത്രം എനിക്ക് അത്ര കണ്ട് പിടിച്ചില്ല. അതിനുശേഷം നല്ല രസമുള്ള പടം, നല്ല മ്യൂസിക് അടിപൊളിയാണ്. നിങ്ങൾക്കൊക്കെ ഫാമിലിയുടെ കൂടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു പടമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. പ്രത്യേകിച്ച് വലിയ സ്റ്റോറി ലൈനൊന്നല്ല, ഒരു സിമ്പിൾ സൈഫൈ ആനിമേഷൻ പടം ഫോക്കസ്ഡ് ഓൺ ആനിമൽസ്. ഓക്കെ, കുറേ മെസ്സേജസും മറ്റു പരിപാടികളുണ്ട്. പക്ഷേ ആനിമേഷൻ ഫിലിം ഒരു ഫീൽ ഗുഡ് ടൈപ്പിൽ കണ്ടാൽ അത്രയും നല്ലത്. മെസ്സേജസ് മനസ്സിലാക്കുന്നവർക്ക് ആ മെസ്സേജസ് മനസ്സിലാവും, ഉറപ്പാണ്. അതിൽ കുറേ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു പടമാണ്, കണ്ടു നോക്കുക. ഒരു ഓവർ ഹൈപ്പ് അല്ല, പക്ഷേ കുറേ നല്ല മൊമെന്റ്സ് ഉണ്ട്. ഒരു പാർട്ടിനെ അങ്ങോട്ട് ശേഷം നല്ല മൊമെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുക. കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണുക. ഒരു കാര്യം മാത്രം പറയാൻ മറന്നുപോയി, അത് ആഡ് ചെയ്യാണ്. OTT ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. ഇതൊരു അധികം ഒരു മടിപ്പിക്കലൊന്നും ഇല്ലാണ്ട് ഒറ്റ സ്ട്രെച്ചിന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ പടമാണ്. കണ്ടു നോക്കുക. പക്ക എന്താ പറയുക, എന്നിട്ടൊക്കെ ഇരുന്ന് കാണാം. നല്ല പടം. അപ്പോൾ ശരി, ബൈ ദ ബൈ.